നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമുണ്ടായ തൃശൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണെന്നും മാന്യത ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ 30,000 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് നാണമില്ലേ എന്നും ചോദിച്ച വി ശിവൻകുട്ടി മാന്യതയുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവർത്തിച്ചു. ഇത്രയും മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. വ്യാപകമായി വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി BJP വൻതോതിൽ പണം മുടക്കുന്നു. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡലുണ്ടെന്ന് വി ശിവൻകുട്ടി ആരോപിച്ചു. അതേസമയം തൃശൂർ ലോക്സഭാ സീറ്റിൽ BJP ചേർത്ത അനർഹ വോട്ടുകളുടെ മൊത്തം കണക്കും തെളിവുകളും പുറത്തുവിടാനുള്ള ശ്രമത്തിലാണ് LDFും UDFും. കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദ് മരിച്ച നിലയിൽ. തലശ്ശേരിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തലശ്ശേരി ബീച്ചിലാണ് മൃതദേഹം കരക്കടിഞ്ഞത്. സഹോദരിമാരെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹോദരിമാർ ഒറ്റയ്ക്കാകുമെന്ന ഭയം പ്രമോദിനുണ്ടായിരുന്നു. തുടർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സഹോദരിമാരുടെ മരണം ശ്വാസം മുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരിമാർ കഴിഞ്ഞ 3 വർഷമായി പ്രമോദിനൊപ്പം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പ്രമോദിനായി ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചുവെന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രമോദ് തന്നെയാണ് പുലർച്ചെ 5 മണിയോടെ ബന്ധുക്കളെ അറിയിച്ചത്. ബന്ധുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ 2 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കൽ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 5 പേർ പോയ വള്ളമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന മറ്റു 3 പേർ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 6:30യോടെ കർമ്മലമാത എന്ന വള്ളം അപകടത്തിൽപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും 20 മത്സ്യത്തൊഴിലാളികളുമായി പോയ വള്ളം അപകടത്തിൽപ്പെട്ടിരുന്നു. മുതലപ്പുഴയിലെ മണൽ മാറ്റാത്തതാണ് വീണ്ടും അപകടത്തിന് കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5-ലധികം അപകടങ്ങളാണ് അവിടെ നടന്നത്. നേരത്തെ അദാനി ഗ്രൂപ്പുമായി സഹകരിച്ച് മണൽ നീക്കം ചെയ്യാൻ സർക്കാർ പദ്ധതിയിട്ടിരുന്നെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മണൽ നീക്കം ചെയ്താലേ അപകടം കുറയ്ക്കാൻ സാധിക്കൂവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. മുതലപ്പുഴ മരണപ്പുഴയാകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപകടം ഒഴിവാക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും അതൊന്നും മുതലപ്പുഴയിൽ ഫലപ്രദമാകുന്നില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. തത്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ. ഡോക്ടർ സിസ തോമസിന്റെയും ഡോക്ടർ കെ ശിവപ്രസാദിന്റെയും നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. താൽക്കാലിക VC നിയമനത്തിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചാൻസലറായ ഗവർണറുടെ ഹർജി. ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണം എന്നതുള്ളതാണ് സർക്കാരിന്റെ പ്രധാന ആവശ്യം. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ സ്ഥിര VCമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ താൽക്കാലിക VCമാർ വീണ്ടും നിയമനം നൽകാനോ അല്ലെങ്കിൽ അവരെ വീണ്ടും സ്ഥാനത്ത് തുടരാനുള്ള പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാനും ഗവർണറോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തുകൊണ്ടാണ് ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞ് 75,000-ന് താഴെയെത്തി. ഇന്ന് പവന് 640 രൂപയാണ് കുറഞ്ഞത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 80 രൂപയാണ് കുറഞ്ഞത്. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ദിവസത്തിനിടെ പവന് 1,400 രൂപയാണ് കുറഞ്ഞത്. റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 75,760 രൂപയാണ് റെക്കോർഡ് ഉയരം. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കും. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPIM-നെതിരെ കള്ളവോട്ട് ആരോപണവുമായി അടൂർ പ്രകാശ് MP.
മണ്ഡലത്തിൽ എ സമ്പത്ത് തുടർച്ചയായി വിജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണ്. കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആറ്റിങ്ങലിൽ കള്ളവോട്ട് നടന്നത് CPIMന്റെ നേതൃത്വത്തിലാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ കുടുംബത്തിൽ നിന്നും 3ഉം 4ഉം ഇടതു വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി ഉന്നതനായ ഒരു മന്ത്രിയാണെന്നും തനിക്കെതിരെ മത്സരിച്ചതും BJPയുടെ കള്ളക്കളികൾ പലതും പുറത്തു കൊണ്ടുവരാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നും പരിശോധിക്കും. കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ വീണ്ടും സമീപിക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളുണ്ട്. 2019-2024 തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് കണ്ടെത്തിയതെന്നും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനമിടിച്ചു പരിക്കേറ്റ സ്കൂട്ടർ യാത്രിക ഇന്നും ദുരിതത്തിൽ. തലയ്ക്ക് പരിക്കേറ്റ പത്മജ 3 മാസം ശമ്പളത്തോടെ അവധി നൽകാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും 1 മാസത്തെ ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ പത്മജയ്ക്ക് 8 മാസത്തോളം അവധിയെടുക്കേണ്ടി വന്നിരുന്നു. ആംബുലൻസിന് നൽകിയ 10,000 രൂപ മാത്രമാണ് ആകെ ലഭിച്ച സഹായമെന്ന് പത്മജ പറഞ്ഞു. വാഹനമിടിച്ചപ്പോൾ വേണ്ട സഹായം നൽകാമെന്ന് മക്കളോട് വാഗ്ദാനം ചെയ്തതാണ് മന്ത്രി പോയത്. ഒരു പ്രാവശ്യം വിളിച്ച് വേണ്ട സഹായം നൽകാമെന്നും ചേച്ചിയെ കാണാൻ വരാമെന്നും പറഞ്ഞിരുന്നു. പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. 2 തവണയായി നിവേദനം കൊടുത്തിരുന്നു. ആദ്യത്തെ പോക്കിന് ആംബുലൻസ് വാടകയായി 10,000 രൂപ തന്നിരുന്നു. മറ്റൊന്നും ചെയ്തു തന്നില്ല. 3 മാസം ശമ്പളത്തോടെയുള്ള അവധിയാണ് പറഞ്ഞത്. അത് നൽകിയിട്ടുമില്ല. അപകടത്തിൽ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുപോയി. കണ്ണിനകത്ത് ഗ്ലാസ് കയറിയിട്ട് ഇപ്പോഴും തുന്നലുണ്ട്. ഞരമ്പ് കട്ടയായതിനാൽ വിരൽ വിറച്ചുകൊണ്ടിരിക്കുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതികളുണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ. ഇതൊന്നും നടത്താതെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി MPയുടെ സ്ഥാനം നഷ്ടപ്പെടില്ല. V ശിവൻകുട്ടിയുടെ തമാശയ്ക്ക് താൻ മറുപടി പറയേണ്ട ആളല്ലെന്നും V മുരളീധരൻ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഘട്ടത്തിൽ പരാതികളുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. വോട്ടിംഗ് നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുമുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതികളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകാം. ഇതൊന്നും നടത്താതെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ DCC പ്രസിഡന്റിനെ മാറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ്. തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാരെന്ന് K മുരളീധരൻ തന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പൂരം കലക്കൽ വിവാദം കൊണ്ടുവന്നു. അതൊന്നും വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പുതിയൊരു വിവാദം ഉയർത്തുന്നത്. ഇനിയും നിയമപരമായി നടപടി തേടാമെന്നും അല്ലാതെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തതുകൊണ്ട് സുരേഷ് ഗോപിയുടെ MP സ്ഥാനം നഷ്ടപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നീളുന്നതിനെതിരെയുള്ള പരാതിയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. വിചാരണ കോടതിയോടാണ് റിപ്പോർട്ട് ചോദിച്ചത്. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയത്. ഹൈക്കോടതി രജിസ്ട്രാറാണ് മറുപടി നൽകിയത്. 2018 കേസിന്റെ വിചാരണ ആരംഭിച്ചത്. എന്നാൽ 7 വർഷമായിട്ടും വിചാരണ നീണ്ടുപോവുകയാണ്. വിചാരണ പൂർത്തിയാക്കുകയോ ശിക്ഷ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. വിചാരണ നടപടി ഇപ്പോഴും പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പരാതിയുമായി ഹൈക്കോടതിയെ MR അജയൻ സമീപിച്ചത്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയായത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ട്. കൊല്ലത്തും തൃശൂരിലും സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസ് വിലാസത്തിലാണ് സുഭാഷ് ഗോപിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത്. ഇരവിപുരം മണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്തിലാണ് വോട്ട്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ടായിരുന്നു. അതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പരാതി ഉയരുന്നതിനിടെ MP-യായ സുരേഷ് ഗോപി ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമുണ്ടായ തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. ആരോപണങ്ങളിൽ സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണെന്നും മാന്യത ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വടകര ആയഞ്ചേരിയിൽ 95 ഗ്രാം മെത്തഫെറ്റമിൻ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. വള്ളിയാട് ഞാലുമുക്കിൽ ഇലക്ട്രിക് പോസ്റ്റിന് സമീപമാണ് മെത്തഫെറ്റമിൻ കണ്ടെത്തിയത്. ബൈക്ക് യാത്രികൻ ഒരു പൊതി എറിയുകയും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് മടങ്ങുന്നതും കണ്ട നാട്ടുകാരാണ് എക്സൈസിൽ വിവരം അറിയിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി പൊതി പരിശോധിച്ചപ്പോഴാണ് മെത്തഫെറ്റമിനാണെന്ന് കണ്ടെത്തിയത്. ഡ്രോപ്പ് ഇൻ രീതിയിൽ ലഹരി കൈമാറ്റ ശ്രമമാണ് സംശയത്തിലാണ് എക്സൈസ്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം പാലക്കാട് മണ്ണാർക്കാട് MDMA-യുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മുതുകുറിശി സ്വദേശി ഷബീർ, കരിമ്പ സ്വദേശി അമൽ ഷാജി എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് പിടിയിലായത്. 5 ഗ്രാം MDMA ആണ് യുവാക്കളിൽ നിന്ന് പോലീസ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ യുവാക്കളുടെ കാറിൽ നിന്നാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. MSC ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ വീണ്ടും തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പാൽമര കപ്പലാണ് തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകിയത്. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് MSC കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുമ്പോൾ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടിയുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഈ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനു മുൻപും MSCയുടെ 2 കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിൽ ഒരു കപ്പൽ നഷ്ടപരിഹാരം കെട്ടിവെച്ചതിന് ശേഷം കമ്പനി തിരിച്ചു കൊണ്ടുപോയിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് മെയ് 24-ന് MSC എൽസ 3 എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അടുത്ത ദിവസം കപ്പൽ പൂർണ്ണമായും മുങ്ങി. മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ കപ്പലിന്റെ ഉടമകളായ കമ്പനിക്കും ക്യാപ്റ്റനുമെതിരെ ഫോർട്ട് കൊച്ചി കോസ്റ്റ് പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് TN പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത്. ജനാധിപത്യ നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുള്ളൂവെന്നും TN പ്രതാപൻ ചൂണ്ടിക്കാട്ടി. പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നുവെന്നാണ് അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവ്. സുരേഷ് ഗോപി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിട്ടാണ് 115-ാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും രേഖയും നൽകണം. ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ അസത്യപ്രസ്താവനയുമാണ്. ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ 11 പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തതെന്നും TN പ്രതാപൻ ചൂണ്ടിക്കാട്ടി. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവന. ഇതിനായി പാകിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കി. സിന്ധു നദിയിലെ ജലം ഇന്ത്യ തടയുകയാണെങ്കിൽ അത് പാകിസ്ഥാനിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നും ഇത് പാകിസ്ഥാന്റെ സംസ്കാരത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും അത്തരമൊരു നടപടി ഉണ്ടായാൽ യുദ്ധം ചെയ്യുമെന്നുമാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകി. ഇത്തരം ഭീഷണികൾ വിലപ്പോകില്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രകോപനമായ പ്രസ്താവന. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കണക്കുകൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. രാജ്യത്തെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ വരുന്ന ക്രമക്കേടുകളെയും ഡ്യൂപ്ലിക്കേറ്റ് പേരുകളെയും കുറിച്ച് ഉയർന്നു വരുന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കോടതി ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിനും വോട്ടർമാരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനുമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും രേഖാമൂലം കോടതിയിൽ സമർപ്പിക്കണമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തിലുടനീളമുള്ള വോട്ടർ പട്ടിക പുതുക്കൽ, പേരുകൾ ചേർക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമായി നടത്തിയോ എന്ന് കോടതി പരിശോധിക്കും. ഈ കേസിന്റെ വിശദമായ പരിഗണനയ്ക്ക് അടുത്ത മാസം വീണ്ടും ഹർജി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കോടതി അറിയിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 15-ന് സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടക്കും. സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാത്രി 7:30-ന് മത്സരം ആരംഭിക്കും. സഞ്ജു സാംസൺ നയിക്കുന്ന KCA സെക്രട്ടറി 11-ഉം സച്ചിൻ ബേബി നയിക്കുന്ന KCA പ്രസിഡന്റ് 11-ഉം തമ്മിലാണ് മത്സരം. സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിൽ കൃഷ്ണപ്രസാദ്, വിഷ്ണു വിനോദ്, സൽമാൻ നിസാർ, ഷോൺ റോജർ, അജ്ന സെം, സിജോമോൻ ജോസഫ്, ബേസിൽ തമ്പി, ബേസിൽ NP, അഖിൽ സക്രിയ, ഫാനൂസ് F,
മുഹമ്മദ് ഇനാൻ, ഷർഫുദ്ദീൻ എം.എൻ, അഖിൻ സത്താർ എന്നിവരാണ് ഇന്നിറക്കം. സച്ചിൻ ബേബി നയിക്കുന്ന ടീമിൽ രോഹൻ കുന്നുമ്മൽ, മുഹമ്മദ് അസറുദ്ദീൻ, അഹമ്മദ് ഇമ്രാൻ, അഭിഷേക് ജെ നായർ, അബ്ദുൽ ബാസിദ്, ബിജു നാരായണൻ, ഏഥൻ ആപ്പിൾ ടോം, നിതീഷ് എം.ഡി, അഭിജിത്ത് പ്രവീൺ, ആസിഫ് കെ.എം, എസ് മിഥുൻ, വിനോദ് കുമാർ സി.വി, സച്ചിൻ സുരേഷ് എന്നിവരുമാണ് ഉള്ളത്. ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ കളിക്കാർ ഏറ്റുമുട്ടുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ പുതിയ സീസണിന് ആവേശകരമായ തുടക്കമാകും. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരായ CPIM പ്രതിഷേധത്തിന് മുംബൈ പോലീസിന്റെ അനുമതി. സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് അനുമതിയെന്ന് മുംബൈ പോലീസ് ബോംബെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പ്രതിഷേധത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള മുംബൈ പോലീസിന്റെ പ്രസ്താവന ബോംബെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുങ്കെ, ഗൗതം അൻഖാത്ത് എന്നിവരടങ്ങിയ ബെഞ്ച് അംഗീകരിച്ചതായി ലൈവ് ലോ റിപ്പോർട്ട് ചെയ്തു. ആസാദ് മൈതാനിയിൽ പ്രതിഷേധിക്കാൻ പാർട്ടിക്ക് അനുവാദം നൽകും. നേരത്തെ ഇതേ സ്ഥലത്ത് CPIMന് പ്രതിഷേധിക്കാൻ മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് പാർട്ടി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജൂലൈ 25 ഹർജി തള്ളി. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം പാർട്ടി സ്വന്തം രാജ്യത്ത് നോക്കണമെന്ന് കോടതി നിരീക്ഷണം വിവാദമായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.